തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാറിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പും പൂർത്തിയായതിനു ശേഷം മാത്രം എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടാൽ മതി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ വിലക്ക് മറികടന്ന് ചുനുവി യൂട്യൂബ് ചാനൽ അവരുടെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ UDF മേൽക്കൈ നേടുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 സീറ്റ് വീതം LDFും UDFും നേടും. ഒരു സീറ്റിൽ BJPക്ക് സാധ്യത കാണുന്നുണ്ട്. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 6-ൽ UDFും 5-ൽ LDFും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. കോഴിക്കോട്ടേക്ക് വന്നാൽ ആകെയുള്ള നിയമസഭാ സീറ്റുകളിൽ 6ഇടത്ത് LDF വിജയിക്കുമ്പോൾ 7ഇടത്ത് ജയം UDFിനോടൊപ്പം നിൽക്കും. വയനാടും UDFിനാണ് മേൽക്കൈ. 3 സീറ്റുകളിൽ 2 UDF പിടിക്കും. LDF 1-ൽ ഒതുങ്ങും. മലപ്പുറത്തേക്ക് വന്നാൽ ആകെയുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം 16ആണ്. അതിൽ 14ഉം UDF പിടിക്കുമ്പോൾ വെറും 2 എണ്ണത്തിൽ മാത്രമേ LDFിന് സാധ്യത കൽപ്പിക്കുന്നുള്ളൂ. ഇതുവരെയുള്ള കണക്കുകൾ പറഞ്ഞാൽ അഭിപ്രായ സർവേ ചർച്ച ചെയ്ത 48 മണ്ഡലങ്ങളിൽ 17 എണ്ണം LDFിനോടൊപ്പം നിൽക്കുമ്പോൾ 30 എണ്ണം UDF പിടിക്കും. ഒരു സീറ്റിൽ BJPയും വിജയിക്കും. അടുത്തത് തൃശൂർ ജില്ലയാണ്. 8 എണ്ണം UDF പിടിക്കുമ്പോൾ LDFിന് 5ലേക്ക് വീഴും. പാലക്കാട്ടേക്ക് വന്നാൽ മുൻതൂക്കം UDFിനാണ്. ഇവിടെ ഒരു സീറ്റിൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. 6 എണ്ണത്തിൽ UDF വാഴുമ്പോൾ LDFിന് 5 സീറ്റ് കിട്ടും. ഇടുക്കിയിലും UDF കരുത്ത് കാട്ടുമെന്നാണ് സർവേ അടിവരയിടുന്നത്. ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ UDF 3, LDF 2 എന്നാണ് ഇടുക്കി പറയുന്നത്. എറണാകുളത്തെ 14 സീറ്റുകളിൽ 10 എണ്ണം വലതുപക്ഷത്ത് നിൽക്കുമ്പോൾ 4 എണ്ണം ഇടതിനോടൊപ്പം നിൽക്കും. പത്തനംതിട്ട പക്ഷേ LDFിനാണ് മേൽക്കൈ പറയുന്നത്. ആകെയുള്ള 5-ൽ 3 LDF പിടിക്കുമ്പോൾ UDF 2-ൽ ഒതുങ്ങും. കോട്ടയത്തെ 9 നിയമസഭാ സീറ്റുകളിൽ 6 എണ്ണം വലതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമ്പോൾ ഇടതിന് 3 സീറ്റ് കിട്ടുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴയിലും UDFിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് സർവേ പറയുന്നത്. 9 മണ്ഡലങ്ങളിൽ 6ഉം വലതിനോടൊപ്പം നിൽക്കുമ്പോൾ LDF ശക്തി കേന്ദ്രങ്ങളിൽ തകർന്ന് 3 സീറ്റുകളിലേക്ക് വീഴും. കൊല്ലത്തെ 11 മണ്ഡലങ്ങളിൽ 7ലും UDF ജയിക്കുമെന്ന് പറയുന്ന സർവേ 4 എണ്ണത്തിൽ LDFിനാണ് ജയം പ്രവചിക്കുന്നത്. തിരുവനന്തപുരത്തും UDFിന് നേട്ടമാണ് പ്രവചിക്കുന്നത്. UDF 8, LDF 4, BJP 2 എന്നിങ്ങനെയാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ആകെയുള്ള ഫലം നോക്കുമ്പോൾ 77 സീറ്റുമായി UDF അധികാരം പിടിക്കുമെന്നാണ് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. LDFിന്റെ 2021 99 സീറ്റ് എന്ന റെക്കോർഡ് ഇക്കുറി വെറും 59ലേക്ക് വീഴും. കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ BJP വിജയം നേടുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ആ ചാനൽ സർവേ നടത്തിയിരിക്കുന്നത്. ഇത് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തവുമാണ്.